ഈസ്റ്റേൺ യൂറോപ്പിൻ്റെയും വെസ്റ്റ് ഏഷ്യയുടെയും ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു കൺട്രിയാണ് അസർബൈജാൻ. ദ ലാൻഡ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന അസർബൈജാനിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം അസർബൈജാനിലെ കാഴ്ചകൾ. ബാക്കു എയർപോർട്ടിലൂടെ നടക്കുകയാണ്. അസർബൈജാൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ബാക്കുവിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ. എയർപോർട്ടിലെ മറ്റ് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോകാൻ വണ്ടിയിൽ കയറി. ഈവനിങ് ടൈമിലാണ് നമ്മൾ ബാക്കുവിലെത്തിയത്. അപ്പോൾ റൂമിൽ പോയി ഫ്രഷായി ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള സമയമേ ഇന്ന് ഉണ്ടാവുള്ളൂ. സിറ്റിയിലെ ബോർഡുകളിലെല്ലാം അസർബൈജാനി ഭാഷയാണ് കാണുന്നത്. ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നത് വളരെ കുറച്ച് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഹോട്ടലിൽ പോയി ഫ്രഷായി സിറ്റി വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യമായി പോകുന്നത് ബാക്കു സിറ്റിയിലെ ഒരു മെയിൻ അട്രാക്ഷനായ മാറ്റിയേഴ്സ് ലൈനാണ്, അല്ലെങ്കിൽ ആലി ഓഫ് മാറ്റിയേഴ്സ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ബാക്കു സിറ്റിയിലെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ഫ്ലെയിം ടവേഴ്സിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ. ഒരു തീജ്വാലയുടെ ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ബിൽഡിംഗാണ് ഈ ഫ്ലെയിം ടവേഴ്സ്. രാത്രി ടൈമിൽ ബിൽഡിങ്ങിൽ പ്രത്യേകതരം ലൈറ്റിംഗ് ഉണ്ടാകും. ഒരു തീജ്വാലയെ കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് ലൈറ്റിങ്ങും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈവനിങ്ങിൽ ആ സൺസെറ്റിൻ്റെ വെളിച്ചം അതിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നതും വളരെ മനോഹരമായിട്ടുണ്ട്. ലെ ബ്ലാക്ക് ജനുവരി ഇൻസിഡൻറ്റിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയുള്ള മെമ്മോറിയലാണ് ഈ കാണുന്ന മാറ്റിയേഴ്സ് ലൈൻ. ഇവിടെ ഒരു നല്ല വ്യൂ പോയിൻ്റാണ്. ബാക്കു സിറ്റിയും കാസ്പിയൻ സീയും ദൂരെ ചന്ദ്രനും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുള്ള സമയമാണ്. മുന്നിൽ കാണുന്ന ആ ഫെയറി വീല് ബാക്കു ഐ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് നമ്മൾ അതിൻ്റെ താഴേക്ക് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ബാക്കുവിലെ ക്രിസ്റ്റൽ ഹോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ടൂർ പ്ലാനിലുള്ളൊരു സ്ഥലമാണെങ്കിലും ഇപ്പോൾ അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ഈവനിങ് ടൈമിൽ ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാനായി ടൂറിസ്റ്റുകളായാലും ഇവിടുത്തെ ആളുകളായാലും ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യ ദിവസത്തെ എക്സ്പ്ലോറിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസത്തേക്ക് പോകാം.
നമ്മുടെ അടുത്ത ലൊക്കേഷൻ ഫയർ ടെമ്പിളാണ്. ഒരു കോട്ട പോലെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഫയർ ടെമ്പിളിൻ്റെ മുന്നിലായിട്ട് ഒരു ഹട്ട് പോലെ എന്തോ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം അത് നോക്കി നിന്നു. ഈ ടെമ്പിളിൻ്റെ ഉള്ളിലായിട്ട് ഒരു നാച്ചുറൽ ഗ്യാസ് ഫയർ ഉണ്ടായിരുന്നു, ഒരു ഇറ്റേണൽ ഫയർ. അത് 1969 അതിൻ്റെ ഫ്യൂവൽ കഴിഞ്ഞ് നിന്ന് പോയത്. ഇപ്പോൾ ഇവിടുത്തെ ഫയർ കത്തിച്ചിരിക്കുന്നത് ഗ്യാസ് പൈപ്പ് ലൈൻ യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ കൂടെയുള്ള ഗൈഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പിളായിരുന്നു ഈ ഫയർ ടെമ്പിൾ. ഇറാനിയൻ ആൻഡ് ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻസ് വെച്ച് ഹിന്ദു, സിഖ്, സൊറാസ്ട്രിയൻസ് എന്നിവ എല്ലാവരുടെയും അമ്പലമായിരുന്നു ഈ ഫയർ ടെമ്പിൾ. ഇപ്പോൾ ഫയർ ടെമ്പിൾ ഒരു മ്യൂസിയം പോലെയാണ് മെയിൻറ്റെയിൻ ചെയ്തു വരുന്നത്. And people were coming here, as here has got fire also. This is belongs to 19th century. People were coming here. Sometimes people were 19th സെഞ്ച്വറിയിലെയും 20th സെഞ്ച്വറിയിലെയും പിക്ചേഴ്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. പണ്ടത്തെ ആർട്ടിഫാക്ട്സും ഡ്രോയിങ്സും പിന്നെ പണ്ട് അവർ യൂസ് ചെയ്തിരുന്ന ടൈപ്പ് ക്ലോത്തിങ് മെറ്റീരിയൽസും ഒക്കെ അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഫയർ ടെമ്പിളിൻ്റെ വെളിയിലുള്ള ഷോപ്പുകളിൽ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള കുറേ മെറ്റീരിയൽസ് കാണാം. അതേപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഇവിടുത്തെ കാർപ്പറ്റുകളാണ്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈഡിനോട് നമ്മൾ പെട്രോളിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ അസർബൈജാൻ കറൻസി മനാത്ത്, 1 മനാത്ത് ഏകദേശം 50 രൂപയാണ് ഇന്ത്യൻ കറൻസിയിൽ. അപ്പോൾ പെട്രോൾ റേറ്റ്സ് ഇവിടെ 1 മനാത്താണ് 1 ലിറ്ററിന്. പ്രീമിയം പെട്രോളിന് 2 മനാത്തും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കോഫിയുടെ റേറ്റും 2 മനാത്ത് തന്നെയാണ്. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ യാനർ ദാഗ് ആണ്. ബേണിംഗ് മൗണ്ടൻ എന്ന് മീനിങ് വരുന്ന ഈ സ്ഥലത്ത് നാച്ചുറൽ ഗ്യാസ് ഫയർ കുറേ കൊല്ലങ്ങളായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. 1950s ഇത് ആക്സിഡൻ്റലി കത്താൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അന്നത്തെ കാലത്ത് അണയ്ക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും കഴിഞ്ഞിരുന്നില്ല. ഇന്നിത് ലോകപ്രശസ്തമായൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിയിരിക്കുകയാണ്. ഭൂമിയുടെ അടിയിൽ നിന്നുള്ള ഹൈഡ്രോ കാർബൺ ഗ്യാസസിൻ്റെ ഫ്ലോ ആണ് ഇതിനുള്ള ഫ്യൂവൽ. ഫയർ ടെമ്പിളിലും ഇത് തന്നെയായിരുന്നു ഫ്യൂവലായി നിന്നിരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫയർ ടെമ്പിളിലേക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത് പൈപ്പ് ലൈൻ വഴിയാണെന്ന്. അതേപോലെ തന്നെ എല്ലാ വീടുകളിലേക്കും ഇവിടെ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത് പൈപ്പ് ലൈൻ വഴിയാണ്. പ്രീപെയ്ഡായിട്ട് ഗ്യാസ് പേയ്മെൻറ്റ് ചെയ്തു വെച്ച് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ബാക്കു സിറ്റിയിലെ കുറച്ച് സ്ഥലങ്ങളും അതേപോലെ തന്നെ അസർബൈജാനിലെ ഫേമസ് ആയിട്ടുള്ള മഡ് വോൾക്കാനോ എല്ലാം അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.